ആലപ്പുഴ കാർത്തികപ്പള്ളിയിൽ സർക്കാർ സ്കൂളിന്റെ മേൽക്കൂര കനത്ത മഴയിൽ തകർന്നു വീണു. അവധി ദിവസമായതിനാൽ വൻ ദുരന്തം ഒഴിവായി. അതേസമയം പഴയ കെട്ടിടത്തിന് ഫിറ്റ്നസ് നൽകിയിരുന്നില്ല എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ഫിറ്റ്നസ് കൊടുത്തിട്ടില്ല, കെട്ടിടത്തിന് കൊടുത്തിട്ടില്ല. കെട്ടിടത്തിന് ഫിറ്റ്നസ് കൊടുത്തില്ല. എന്തായിരുന്നു കെട്ടിടത്തിന്റെ സുരക്ഷാ മാനദണ്ഡങ്ങൾ നോക്കി തന്നെയാണോ ഫിറ്റ്നസ് നൽകായിരുന്നത്? അതെ അതെ. അതുകൊണ്ട് അവസ്ഥയിലുള്ള കെട്ടിടമാണെന്നുള്ള കാര്യം പഞ്ചായത്ത് വിലയിരുത്തിയിട്ടുണ്ടായിരുന്നു. ഫിറ്റ്നസ് അനുവദിച്ചിരുന്നില്ല. ഇല്ല. പഞ്ചായത്തിന്റെ ശ്രദ്ധ വന്നിട്ടില്ല. പഞ്ചായത്ത് ഇവിടെ ക്ലാസ് നടന്നിട്ടുണ്ടോ എന്ന് എടുക്കാൻ വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. മേൽക്കൂര തകർന്ന കെട്ടിടത്തിൽ ക്ലാസ് നടന്നിരുന്നു എന്ന് കുട്ടികൾ പറഞ്ഞു. ഇവിടെ ക്ലാസ് ഉണ്ടായിരുന്നില്ലെന്നാണ് പറഞ്ഞത് നമ്മൾ അന്വേഷിച്ചപ്പോൾ. അതായിരുന്നു സത്യം? അല്ല, എല്ലാ ദിവസവും ഇവിടെ തന്നെയായിരുന്നു ക്ലാസ് ഉണ്ടായിരുന്നത്. നിങ്ങളൊക്കെ തന്നെ ഈ കെട്ടിടത്തിന്റെ ഒരു കാര്യം, ഈ മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്കും ചോരും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നോ മുമ്പ്? ചോരുന്ന ക്ലാസ് മുറികളായിരുന്നോ? അപ്പോൾ അത് മഴ പെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ എന്താ ചെയ്യുക? ബെഞ്ച് നീക്കിയിട്ടിരിക്കും. മഴ പെയ്യുന്ന ഭാഗത്തുനിന്ന് ബെഞ്ച് മാറ്റിയിട്ടേക്കും അല്ലേ? എന്നാൽ കെട്ടിടത്തിൽ ക്ലാസ് നടന്നിരുന്നില്ല എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രധാന അധ്യാപകൻ. ക്ലാസ് നടക്കുന്നില്ല. ഫിറ്റ്നസ് ഇല്ലാത്ത കെട്ടിടമായതുകൊണ്ട് അതിൽ ക്ലാസ് നമ്മൾ നടത്തുന്നില്ല. അത് നമുക്ക് അൺഫിറ്റായിട്ട് പഞ്ചായത്ത് തന്നതിന് ശേഷം നമ്മൾ ഈ ക്ലാസ് മുറികളൊന്നും തന്നെ ഫംഗ്ഷൻ ചെയ്തിട്ടില്ല. അതിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് നമ്മൾ അതായത് ടെമ്പററി ഷെഡുകളാണ് നമ്മൾ ക്ലിയർ ചെയ്തത്. ഫിറ്റ്നസ് ആ ടെമ്പററി ഷെഡുകൾക്കാണ് താൽക്കാലിക ഫിറ്റ്നസ് നമുക്ക് തന്നിരിക്കുന്നത്. എത്ര മാസമായിട്ട് അപ്പോൾ ഇങ്ങനെ ഷെഡിൽ ക്ലാസ് നടക്കുന്നുണ്ട്? 2-3 വർഷമാകുന്നു. 2 വർഷമായിട്ട് ഈ ഷെഡിലാണ് ക്ലാസ് നടക്കുന്നത്. സ്കൂൾ അധികൃതർക്കെതിരെ പ്രതിഷേധം കനക്കുകയാണ്. പ്രതിഷേധം ഉയർത്തി കോൺഗ്രസ് BJP പ്രവർത്തകർ രംഗത്തെത്തി. വിവരങ്ങളുമായി സംഭവ സ്ഥലത്ത് നിന്ന് ദേവൻ MP നമുക്കൊപ്പം ചേരുകയാണ്. ദേവൻ, പിള്ള മനസ്സിൽ കള്ളമില്ല എന്നുള്ളതാണല്ലോ പറയുന്നത്. അപ്പോൾ ആ കുഞ്ഞ് പറയുന്നത് നമുക്ക് വിശ്വസിക്കാനേ തരമുള്ളൂ. അവിടെ കഴിഞ്ഞ ദിവസം വരെ ക്ലാസ് നടന്നിരുന്നു. യഥാർത്ഥത്തിൽ ഇന്നൊരു അവധി ദിവസമായത് എന്തുകൊണ്ടും നന്നായി എന്ന് തന്നെ നമ്മളെല്ലാവരും വിശ്വസിക്കുകയാണ്. കാരണം അങ്ങനെ അല്ലായിരുന്നെങ്കിൽ അവിടെ ഉണ്ടാവുക വലിയൊരു ദുരന്തമായിരുന്നു. അതൊഴിവായിരിക്കുന്നു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? എപ്പോഴാണ് ഈ കെട്ടിടം തകർന്നത്? ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? ഇതിൽ ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് ആലപ്പുഴ കാർത്തികപ്പള്ളിയിലുള്ള സർക്കാർ UP സ്കൂളിൻ്റെ പ്രധാന കെട്ടിടത്തിൻ്റെ മുൻഭാഗത്തെ ഈ മേൽക്കൂരയുടെ ഒരു ഭാഗം തകർന്നു വീഴുന്നത്. ശക്തമായ മഴ ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ മേഖലയിൽ ജില്ലയിൽ ഒട്ടാകെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലും ശക്തമായ മഴ ലഭിക്കുന്ന സാഹചര്യമായിരുന്നു. ആ കനത്ത മഴ തുടർച്ചയായി പെയ്തതാണ് ഇത്തരത്തിൽ അതിൻ്റെ ഈ ഓടുവാകിയ കെട്ടിടത്തിൻ്റെ തടിയടക്കം ദ്രവിച്ചുകൊണ്ട് ഇത് വീഴാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. അതിനുശേഷം ഇപ്പോൾ ഈ സ്ഥലത്ത് അതായത് ഇപ്പോൾ ദേവൻ, എന്താണ് സംഭവിക്കുന്നത്? ഒരു ഭാഗത്ത് കോൺഗ്രസ് പ്രവർത്തകർ അവിടെ കൊടി പിടിച്ച് പ്രതിഷേധിക്കുന്നതാണ്, മറുഭാഗത്ത് ആരാണ്? ബിനിൽ, ഈ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് ചീങ്ങോലി പഞ്ചായത്തിലാണ്. ചീങ്ങോലി പഞ്ചായത്തിന്റെ ഭരണം നിലവിൽ കോൺഗ്രസിനാണ്. ഈ കോൺഗ്രസ് പഞ്ചായത്ത് ഭരിക്കുന്ന സ്കൂളിൽ ഇത്തരത്തിലൊരു സംഭവം നടന്നതിലാണ് ഈ ഒരു BJP പ്രവർത്തകർ ആദ്യഘട്ടത്തിൽ പ്രതിഷേധവുമായി എത്തിയിരുന്നത്. അങ്ങനെ BJP പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും സ്കൂളിന് മുന്നിൽ നിന്ന് തന്നെ മുദ്രാവാക്യം വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇവിടെ CPM പ്രവർത്തകരും ഇപ്പോൾ ഈ സ്കൂളിന് മുന്നിൽ തടിച്ചുകൂടി ഇപ്പോൾ മുദ്രാവാക്യം വിളിക്കുകയാണ്. കോൺഗ്രസ് പ്രവർത്തകർ ആരംഭിക്കുന്നത് ഇത്തരത്തിൽ പഞ്ചായത്ത് ഫിറ്റ്നസ് നൽകാതിരുന്ന ഒരു സ്കൂൾ കഴിഞ്ഞ 2 മാസം എങ്ങനെ പ്രവർത്തിച്ചു? ഇതിൽ വിദ്യാഭ്യാസ വകുപ്പ് കൃത്യമായ ഒരു ഇടപെടൽ നടത്തിയില്ല, അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഒരു വീഴ്ച ഉണ്ടായി. ഇതാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിക്കാൻ കാരണമെന്നാണ് പറയുന്നത്. നിലവിൽ ചീങ്ങോലി പഞ്ചായത്തിന്റെ ഭരണം കോൺഗ്രസിനാണ്. പക്ഷേ പഞ്ചായത്ത് ഫിറ്റ്നസ് നൽകിയിരുന്നില്ല. ഫിറ്റ്നസ് നൽകാത്ത ഒരു സ്കൂളിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ 2 മാസത്തോളം സ്കൂൾ ഇപ്പോൾ ഈ 2025 അധ്യയന വർഷം തുടങ്ങി ഈ 2 മാസത്തോളം ഈ ക്ലാസുകൾ എങ്ങനെ പ്രവർത്തിച്ചിരുന്നു എന്നുള്ള ചോദ്യമാണ് കോൺഗ്രസ് പ്രവർത്തകർ ചോദിക്കുന്നത്. എന്നാൽ ഇതിനെ പ്രതിരോധിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ CPM പ്രവർത്തകർ ഇപ്പോൾ ഈ സ്കൂളിന് മുന്നിൽ തടിച്ചുകൂടി മുദ്രാവാക്യം വിളിക്കുന്നത്. ഒരു ഘട്ടത്തിൽ ഇരു വിഭാഗവും തമ്മിൽ ഈ മുദ്രാവാക്യം വിളി കടന്നുകൊണ്ട് കയ്യാങ്കളിയിലേക്ക് തന്നെ കടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ സ്കൂൾ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഈ സ്കൂൾ നടത്തുന്നത് ആരാണ്? കത്തിച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധം നടത്തിയത്. ഇത് ഒരു സർക്കാർ സ്കൂളാണ് ബിനിൽ. ഇത് സർക്കാർ UP സ്കൂളാണ്. കാർത്തികപ്പള്ളിയിലാണ് ഈ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. കാർത്തികപ്പള്ളിയിൽ 7ാം ക്ലാസ് വരെയുള്ള UP സ്കൂളാണ്. ഇത് സർക്കാർ സ്കൂൾ തന്നെയാണ്. ഇത് അതുകൊണ്ട് തന്നെ ഈ സ്വകാര്യ സർക്കാർ സ്കൂളാണ്, അത് വ്യക്തമാണ്. സർക്കാർ സ്കൂളിലാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ നേരത്തെ പരാമർശിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. സ്കൂളിന് മുന്നിൽ പ്രതിഷേധം തുടരുകയാണ്. എന്തായാലും പഴയ കെട്ടിടത്തിന് ഫിറ്റ്നസ് നൽകിയിരുന്നില്ല എന്നുള്ളതാണ് പഞ്ചായത്തിന്റെ അവകാശവാദം. കോൺഗ്രസ് ആണ് പഞ്ചായത്ത് ഭരിക്കുന്നത്. അപ്പോൾ പക്ഷേ കോൺഗ്രസ് പറയുന്നത് ഫിറ്റ്നസ് നൽകിയിരുന്നില്ല എന്നുള്ളതാണ്.
പക്ഷേ BJP പ്രവർത്തകർ പറയുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്ത് ഇക്കാര്യങ്ങളൊന്നും നോക്കിയിരുന്നില്ല എന്നുള്ളതാണ്. അതേസമയം വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പിഴവാണെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഈ സ്കൂളിനെതിരെ ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരും പ്രതിഷേധിക്കുന്നത്. രാഷ്ട്രീയമായിട്ടുള്ള ആരോപണ പ്രത്യാരോപണങ്ങളും പ്രതിഷേധങ്ങളും ഒരു ഭാഗത്ത് നടക്കുമ്പോൾ വലിയ ആശ്വാസം അവിടുത്തെ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഉണ്ടാകും. കാരണം അതൊരു അവധി ദിവസത്തിലാണ് ഈ ഒരു അപകടം ഉണ്ടായത് എന്നുള്ളത് കൊണ്ട് തന്നെ നാളെ പ്രവൃത്തി ദിവസമാണ്. നാളെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ സ്ഥിതി ഇതാകുമായിരുന്നില്ല എന്നുള്ള കാര്യവും നമുക്ക് വ്യക്തമാണ്. ദേവൻ MP ആണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.